പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വാർത്ത കണ്ടോ? ഏകദേശം 67,000 കോടി രൂപ ഉടമസ്ഥന്മാരില്ലാതെ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നു എന്ന് RBIയുടെ പുതിയ വെളിപ്പെടുത്തലാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആകെ ജനസംഖ്യ ഏകദേശം 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലുള്ള ഓരോരുത്തർക്കും ഏകദേശം 45 ലക്ഷം രൂപ വെച്ച് വീതം വെച്ച് കൊടുക്കാനുള്ള അത്രയും പണം ഉടമസ്ഥന്മാരില്ലാതെ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് RBIയുടെ കണക്ക്. അത് ഉടമസ്ഥന്മാർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് സർക്കുലർ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പുതിയ സർക്കുലർ പ്രകാരം 10 വർഷത്തിൽ കൂടുതലായിട്ട് അക്കൗണ്ട് ശ്രദ്ധിക്കാതെ പോയവർ, അതായത് പൈസ പിൻവലിക്കാത്തവർക്ക് പുതിയ അപേക്ഷ കൊടുത്ത് ആ അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കാനുള്ള അവസരം കൂടി RBI നിലവിൽ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങളുടെ സമ്പാദ്യം, നമ്മുടെയൊക്കെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം. നമുക്ക് എത്ര വർഷങ്ങൾ നമ്മൾ ജീവിച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് 40 വർഷം ജീവിച്ചു, 50 വർഷം ജീവിച്ചു എന്ന് കഴിഞ്ഞ കണക്കുകൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മുമ്പോട്ടുള്ള ഒരു കണക്ക് ഇനി എത്ര സെക്കൻഡുകൾ എന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പണം ബാങ്കുകളിൽ കെട്ടിക്കിടക്കാൻ പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ അതിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. അപ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടൊക്കെയാണ് നമ്മൾ പല രീതിയിലുള്ള സമ്പാദ്യങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ജോലി ചെയ്തിട്ടോ അതല്ലെങ്കിൽ മറ്റു നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് സൂക്ഷിക്കാൻ എന്നുള്ള നിലക്ക് നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിച്ച പൈസ ഒരു പക്ഷേ നമുക്ക് 1, 2, 3 ഒക്കെ അക്കൗണ്ടുകൾ ഉണ്ടാവും. നമ്മുടെ വീട്ടുകാർക്ക് ആ അക്കൗണ്ടുകളെ കുറിച്ച് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു അക്കൗണ്ടിനെ കുറിച്ച് അവർക്ക് അറിയാം, രണ്ടാമതോ മൂന്നാമതോ നമ്മളൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടുകളെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സമ്പാദിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു സമ്പാദ്യം അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ എത്ര അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് അത് ഒരു പക്ഷേ അത്ര വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ മക്കളോടാണെങ്കിലും കുടുംബത്തിനോടാണെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടാവും. അതുപോലെ തന്നെ പല സാഹചര്യങ്ങളെ കൊണ്ടും അത് പറയാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിലുള്ള നടപടികൾ നമ്മൾ കണ്ടെത്തി ആ പൈസ, അഥവാ നമ്മുടെ ജീവിതം അവസാനിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ആ ഒരു തുക അല്ലെങ്കിൽ ആ ഒരു സമ്പാദ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മക്കളോടോ അതുമല്ലെങ്കിൽ ഭാര്യയോടോ അതല്ലെങ്കിൽ മാതാപിതാക്കളോടോ ഒക്കെ നമ്മുടെ സമ്പാദ്യത്തെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ, ഒരു വിവരം നമ്മൾ അവർക്ക് കൊടുക്കണം. നമ്മുടെ വസ്തു വിറ്റ പൈസ ഇന്ന ബാങ്കിലുണ്ട്, ഇത്ര പണമുണ്ട്. നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോടോ ഒക്കെ നമ്മൾ ആ ഒരു അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ അറിയിച്ചു കൊടുക്കുകയും അതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് 10,000 ഉറുപ്പ്യ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ചില ആളുകൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാവും, ചില ആളുകൾക്ക് കോടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ നിക്ഷേപിച്ച് നമ്മൾ നാളത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി അതല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച പൈസ അത് അവിടെ ഇങ്ങനെ കിടക്കും. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ആയുസ്സെത്തുന്ന സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ചെയ്യും. അതോടുകൂടി നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്വരൂപിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പൈസ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വരും. കുടുംബത്തിന് പല പൊല്ലാപ്പുകളും ഉണ്ടാവും, പല തടസ്സങ്ങളും ആ ഒരു പണം പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് നമ്മൾ അക്കൗണ്ടുകൾ, ഏതൊക്കെ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വിവരം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അറിയിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ATM ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ ATMന്റെ നമ്പർ, വളരെ രഹസ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന ATMന്റെ നമ്പർ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മക്കളോടോ അതല്ലെങ്കിൽ ഭാര്യയോടോ അല്ലെങ്കിൽ മാതാപിതാക്കളോടോ ഒക്കെ പറഞ്ഞു വെക്കുക. ഒരു പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, നമുക്ക് പിൻവലിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ മരിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും അപകടങ്ങളിൽപ്പെട്ട് കോമയിലാവുകയോ കാലാകാലം, ദീർഘകാലം അല്ലെങ്കിൽ മറ്റു വല്ല അസുഖങ്ങളും പിടിപെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കിത് വിവരം കൈമാറാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമുക്ക് ഓർമ്മയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന ആ സമയം നമ്മുടെ വേണ്ടപ്പെട്ടവരോട്, നമ്മുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളോട് നമ്മൾ ആ കാര്യത്തെ കുറിച്ചിട്ട് ഒരു സൂചന നൽകുകയും എത്ര അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുക, ഏത് അക്കൗണ്ടിലാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത് നമ്മൾ അതിന്റെ വിവരം കൊടുക്കുക. പിന്നെ ATMയിലൂടെ പിൻവലിക്കാൻ പറ്റുന്നതാണെങ്കിൽ ATMന്റെ നമ്പർ നമ്മൾ കൈമാറുക. അതല്ലെങ്കിൽ നമ്മുടെ
മരണശേഷം അത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ലഭിക്കുന്നതിന് വേണ്ട ഏതെല്ലാം നടപടികളുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നാളെ അടുത്ത സെക്കൻഡിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അത് ആ ഒരു തുക നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട എല്ലാ നടപടികളും നമ്മൾ ചെയ്തു വെക്കണം. 67,000 കോടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തുകയൊന്നുമല്ല. പല കാരണങ്ങളാവാം അത് പിൻവലിക്കാൻ പറ്റാത്തതും മറ്റുള്ള രീതിയിലുള്ള പണങ്ങളൊക്കെ ഉണ്ടാവും, അത് ഇടപെടാൻ പറ്റാത്തതൊക്കെ. പക്ഷെ ഈ ഒരു വിഷയം നമ്മളുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ വളരെ സത്യസന്ധമായി നമ്മൾ സ്വരൂപിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു സമ്പാദ്യം അത് നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാവരും ചെയ്തു വെക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഏത് മാർഗങ്ങളും സ്വീകരിക്കും. ഞാൻ അതിൻ്റെ ഒരു സാഹചര്യം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പൈസ നമ്മൾ കൊണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്ന സമയത്ത് അതിനുകൂടിയുള്ള ഒരു നടപടികൾ നമ്മൾ ചെയ്തു വെക്കാൻ മറക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇതിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.